ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവരും ഉപയോഗിക്കുന്ന സെല്ലുലാർ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സെല്ലുലാർ കോൺസെപ്റ്റ്? ഈ മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പണ്ട് മുതൽക്കേ ഉണ്ട്. ഏകദേശം 1970s ബെൽ മൊബൈൽ സിസ്റ്റംസ് ഒരു മൊബൈൽ റേഡിയോ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന മാക്സിമം കോൾസ് സൈമിൾട്ടേനിയസ്ലി തന്നെ മാക്സിമം 12 കോൾസേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ആ ഏർലി മൊബൈൽ സിസ്റ്റംസ് യൂസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു വലിയ ഏരിയയിലേക്ക്, വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് ഒരു വലിയ ഹൈ പവേർഡ് ട്രാൻസ്മിറ്റർ ആയിരുന്നു അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹൈ പവേർഡ് ട്രാൻസ്മിറ്റർ മാത്രം യൂസ് ചെയ്തിട്ടൊരു വലിയ ഏരിയ ആയിരുന്നു അവർ സർവീസ് ചെയ്തിരുന്നത്. അത് കാരണം നമ്പർ ഓഫ് സൈമിൾട്ടേനിയസ് കോൾസ് എന്ന് പറയുന്നത് മാക്സിമം 12 വരെ പറ്റത്തുള്ളായിരുന്നുള്ളൂ. ഒരു 1000 സ്ക്വയർ മൈൽസിന് പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോൾസ് എന്ന് പറയുന്നത് വെറും 12 ആയിരുന്നു. അപ്പോൾ ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു പണ്ട് കാലത്തെ മൊബൈൽ റേഡിയോ സിസ്റ്റത്തിനേക്ക്. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സെല്ലുലാർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെല്ലുലാർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ കപ്പാസിറ്റി മാക്സിമം കൂട്ടുക, സ്പെക്ട്രം അലോക്കേഷൻ മാക്സിമം യൂസ്ഫുള്ളായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സെല്ലുലാർ കോൺസെപ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ എയർലി മൊബൈൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പവേർഡ് ട്രാൻസ്മിറ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. സെല്ലുലാർ കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് മാറിയിട്ട് ലോ പവർ ട്രാൻസ്മിറ്റേഴ്സാണ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് ഒരു ലാർജ് ഏരിയയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഹൈ പവർ ട്രാൻസ്മിറ്റർ. സെല്ലുലാർ കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ലോ പവർ ട്രാൻസ്മിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സെൻസിറ്റിവിറ്റി ഓഫ് റിസീവേഴ്സ് ഈസ് വെരി ലാർജ്. സെൻസിറ്റിവിറ്റീസ് ഓഫ് റിസീവേഴ്സ് വിൽ ബി വെരി ലാർജ്. സെല്ലുലാർ കോൺസെപ്റ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ ജോഗ്രഫിക്കൽ ഏരിയനെ കുറേ സെൽസായിട്ട് കൺവേർട്ട് ചെയ്യും. ഓരോ സെല്ലിലും ഓരോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ട ജോഗ്രഫിക്കൽ ഏരിയനെ കുറേ ഡിഫറെൻറ്റ് സ്മോൾ സെൽസായിട്ട് മാറ്റും. ആ ഓരോ സ്മോൾ സെല്ലിലും ലോ പവർ ട്രാൻസ്മിറ്റേഴ്സ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിനെ ഓരോന്നിനെ നമ്മൾ ബേസ് സ്റ്റേഷൻ എന്ന് വിളിക്കും. അവിടെ നമുക്ക് ഓരോ ആൻറ്റിനാസും പ്ലേസ് ചെയ്ത് കൊടുക്കും. അതാണ് ബേസിക്കലി ഉള്ള കോൺസെപ്റ്റ് സെല്ലുലാറിൽ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെൽസായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളുടെ ജോഗ്രഫിക്കൽ ഏരിയനെ ഡിഫറെൻറ്റ് സെൽസായിട്ട് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലിൻ്റെ ഷേപ്പിനെ പറ്റിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെ, ഏത് ഷേപ്പിൽ നമുക്ക് ആ സെല്ലിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സഗണൽ സെൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഷേപ്പുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സർക്കിളുണ്ട്. പക്ഷേ സർക്കിൾ നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇപ്പം ഇത് ഇത്രയാണ് നമ്മളുടെ ഒരു ഏരിയ എന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർക്കിൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സർക്കിളാണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സർക്കിൾ യൂസ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഷേപ്സ് എന്ന് പറയുന്നത് സ്ക്വയർ, ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഹെക്സഗണും ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവയിൽ ഏറ്റവും ഒപ്റ്റിമം എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സെൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഹെക്സഗണൽ ഷേപ്പ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 റീസൺസ് പറയാം. ഒന്ന്, ഹെക്സഗൺ ആയിരിക്കും ഈ തന്നിരിക്കുന്നതിൽ മാക്സിമം ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിനാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെക്സഗണൽ ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്കുലർ റേഡിയേഷൻ പാറ്റേൺ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു സർക്കുലർ റേഡിയേഷൻ പാറ്റേൺ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സെല്ലുലാർ കോൺസെപ്റ്റ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കറസ്പോണ്ടിങ് ഏരിയനെ നമ്മൾ ഡിഫറെൻറ്റ് സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ സെൽസായിട്ട് യൂസ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് ഹെക്സഗണൽ ഷേപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സെല്ലുലാർ സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ യൂസർ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും, സ്പെക്ട്രൽ കൺജഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് യൂസർ കപ്പാസിറ്റിയും സ്പെക്ട്രൽ കൺജഷനും? സ്പെക്ട്രൽ കൺജഷനും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും.
അപ്പം ഇൻ ഷോർട്ട് നമുക്ക് പറയാം, സെല്ലുലാർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഹൈ പവർ ട്രാൻസ്മിറ്ററിനെ കുറേ ലോ പവർ ട്രാൻസ്മിറ്റേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് സെല്ലുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പം ടോട്ടലി ഒരു 1000 ചാനൽസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു 10 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സെല്ലിനും 100 ചാനൽസ് വീതം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ കയ്യിൽ എക്സാമ്പിൾ 1000 ചാനൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ 10 ചാനലായിട്ട് അല്ലെങ്കിൽ 10 ചാനലായിട്ടാണ് നമ്മളതിനെ 10 സെല്ലായിട്ടാണ് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ സെല്ലിനും ഞാൻ 100 ചാനൽ വീതം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മളുടെ കസ്റ്റമേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻസ് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഓരോ സെൽസിനെ നമ്മൾ ബേസ് സ്റ്റേഷൻസ് എന്ന് വിളിക്കും. അപ്പം കസ്റ്റമേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻസ് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു മൊബൈൽ ബേസിക്കലി നമുക്കൊരു ആർക്കിടെക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് കുറേ ഹെക്സഗണൽ സെൽസ് ഇങ്ങനെ കാണും. ഇങ്ങനെ ഹെക്സഗണൽ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇട്ടിരിക്കും. ഓക്കെ, അപ്പം ഈ സെൽസ് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് ഫ്രീക്വൻസി ചാനൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ അടുത്തടുത്തുള്ള ചാനലിലൊന്നും സെയിം ഫ്രീക്വൻസീസ് കൊടുക്കില്ല, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഓരോന്നിനെ നമ്മൾ ബേസ് സ്റ്റേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ നമ്മളുടെ ഒരു ടവറാണ്. ടവർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൻറ്ററിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് വെർട്ടിസസിലായിരിക്കും ടവർ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം 6 വെർട്ടിസസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും 3 ആയിട്ട് വരുന്ന 3 വെർട്ടെക്സിലായിരിക്കും നമ്മൾ ഈ ടവറിനെ പ്ലേസ് ചെയ്യുന്നത്. സെൻട്രൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെല്ലിനെ വിളിക്കുന്ന പേര് സെൻറ്റർ എക്സൈറ്റഡ് സെല്ലെന്നും, ഇനി കോർണറിലാണെന്നുണ്ടെങ്കിൽ കോർണർ എക്സൈറ്റഡ് സെല്ലെന്ന് വിളിക്കും. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്ജ് എക്സൈറ്റഡ് സെല്ലെന്നും ആയിരിക്കും അതിനെ അടുത്ത ടോപ്പിക്കാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെല്ലുലാർ കോൺസെപ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കപ്പാസിറ്റി കൂട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കപ്പാസിറ്റി എങ്ങനെ കൂട്ടുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി റീയൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ സർവീസ് പ്രൊവൈഡറിനും ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു സെർട്ടൻ ഫ്രീക്വൻസി സ്പെക്ട്രം അലോട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ജിയോയ്ക്കാണെങ്കിൽ ജിയോയ്ക്ക് ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം അലോട്ട് ചെയ്ത് കൊടുക്കും, BSNL ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന അത്രയും സ്പെക്ട്രത്തിനകത്തുള്ളിൽ അവർ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ അലോക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് ഈ പറയുന്ന സ്പെക്ട്രം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അവിടെ നമ്മൾ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലും മെക്കാനിസം ചെയ്യണം. അപ്പോൾ അതാണ് ഈ സെല്ലുലാർ കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്രീക്വൻസി റീയൂസ് പേരിൽ തന്നെ ഉണ്ട് എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു സെർട്ടൻ നമ്പർ ഓഫ് ഫ്രീക്വൻസീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല സെൽസിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഫ്രീക്വൻസി റീയൂസ് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിനെ യൂട്ടിലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടായിരുന്നു. ആ ഫ്രീക്വൻസീനെ ഞാൻ 7 ഡിവൈഡ് ചെയ്യുന്നു. സെർട്ടൻ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടായിരുന്നു. ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെർട്ടൻ നമ്പർ, അത്രയും ബാൻഡ് വിഡ്ത്ത് ആയിരുന്നു എനിക്ക് അലോക്കേറ്റ് ചെയ്തത്. അതിനെ നമ്മൾ 7 ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. 7 സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് A, അടുത്ത B, അടുത്ത C, D, E, F, അങ്ങനെ 7 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സപ്പോസ് എനിക്ക് അലോട്ട് ചെയ്തേക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0 to 700 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഈ ഡാർക്ക് ലൈൻസിൽ ലേബൽ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ക്ലസ്റ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ N റെപ്രസെൻ്റ് ചെയ്യും. N വിൽ ബി ഈക്വൽ ടു 7 ആണ്. ഞാൻ ABCDF മൊത്തം 7 ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെല്ലുലാർ കോൺസെപ്റ്റിൽ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ സൈസ് ആവാൻ കുറച്ച് സ്റ്റാൻഡേർഡ് സൈസുകളുണ്ട്. അതൊന്നെങ്കിൽ 4 ആയിരിക്കാം, അല്ലെങ്കിൽ 7 ആയിരിക്കാം, അല്ലെങ്കിൽ 12 ആയിരിക്കാം. എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, അതിന് അലോട്ട് ചെയ്തേക്കുന്ന പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ ഞാൻ 7 ഡിവൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ 4 എനിക്ക് ഡിവൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ 12 ഡിവൈഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഒരെണ്ണമാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലസ്റ്ററിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഉള്ള ഫ്രീക്വൻസിനെ മൊത്തം എനിക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ ഞാൻ A എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫ്രീക്വൻസി, അതായത് 0 to 100 എന്ന് പറയുന്ന ഫ്രീക്വൻസിനെ ഞാൻ എത്ര തവണ യൂസ് ചെയ്തു, ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ ഇവിടെ 1, 2,
3 തവണ എനിക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്നൊരു ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടറാണ്. അപ്പോൾ ഈ കേസിൽ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7 ആണ്. അപ്പോൾ 1 ക്ലസ്റ്റർ സൈസ് ആയിരിക്കും നിങ്ങളുടെ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റേഡിയോ ചാനൽസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. S=K ടൈംസ് N എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസിനെ നമ്മൾ എത്രയായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ക്ലസ്റ്റർ സൈസ് വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് S=K × N എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. K എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ചാനൽസ്, N എന്ന് പറയുന്നത് ക്ലസ്റ്റർ സൈസ്, S എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റേഡിയോ ചാനൽസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊവൈഡറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് C വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു M ടൈംസ് K × N അല്ലെങ്കിൽ M × S എന്ന് പറയാം. വേർ M ഈസ് ദി നമ്പർ ഓഫ് ടൈംസ് ദ ക്ലസ്റ്റർ ഈസ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം. അപ്പം നേരത്തെ നമ്മുടെ ഫിഗറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 to 700 ആയിരുന്നു ടോട്ടൽ ഫ്രീക്വൻസി. അത് S എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ അതിനെ N=7 വെച്ചിട്ടാണ് നമ്മൾ ക്ലസ്റ്റർ സൈസ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ലസ്റ്ററിന് നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 1, 2, 3 തവണ ഈ ക്ലസ്റ്ററിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അത് വെച്ചിട്ടാണ് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി പറയുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റേഡിയോ ചാനൽസ് എന്ന് പറയുന്നത് S=K ടൈംസ് N ഉം കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്ര ടൈം ആ ക്ലസ്റ്ററിനെ ഞാൻ റിപ്പീറ്റ് ചെയ്തു ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് M × S എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഫ്രീക്വൻസി റീയൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്ലസ്റ്റർ സൈസ് N-ൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ എത്രത്തോളം ഇൻ്റർഫറൻസ് ഓരോ മൊബൈലും ബേസ് സ്റ്റേഷനും ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. N-ൻ്റെ വാല്യൂ ഒരുപാട് ചെറുതാവാൻ പാടില്ല. ചെറുതായി കഴിഞ്ഞാൽ ഈ പറയുന്ന സെൽസ് എല്ലാം വളരെ ക്ലോസ്ഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇൻ്റർഫറൻസ് ഉണ്ടാവാൻ, കോ ചാനൽ ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഒരുപാട് വലുതാവാനും പാടില്ല. സോ N-ൻ്റെ വാല്യൂ നമ്മളതനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഒരു അഡ്ജസ്റ്റൻറ്റ് കോ ചാനലിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു ഫിഗർ കണ്ടാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് I=3 എന്നും J=2 എന്നും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എയുടെ നെയ്ബറിങ് സെൽസിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ് നെയ്ബറിങ് എ സെല്ലിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ I=3 എന്ന് പറയുമ്പോഴത്തേക്കും ഡയഗണലി ഞാൻ 3 സെൽസ് പോകണം. ഡയഗണലി ഞാൻ 3 സെൽസ് കവർ ചെയ്തതിന് ശേഷം ഞാൻ 60 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എടുക്കണം. 60 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എടുത്തിട്ട് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J=2 എന്നാണ്. അപ്പം രണ്ടാമത്തെ സെല്ല്, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സെല്ലായിരിക്കും എൻ്റെ നെയ്ബറിങ് എ സെൽ എന്ന് പറയുന്നത്. അതായത് സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഉള്ള നെയ്ബറിങ് എ സെൽസ് എന്ന് പറയുന്നത് അങ്ങനെ കിട്ടും. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതിനെ എടുക്കാം. ഡയഗണലി 3 സ്റ്റെപ്സ് പോവുക, 60 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുക, നെയ്ബറിങ് സെല്ലിനെ കണ്ടെത്തുക. അങ്ങനെ ടോപ്പ് ഡയറക്ഷനിലോട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു, സൈഡിലോട്ടുള്ള എല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നെയ്ബറിങ് സെൽസിനെ കണ്ടെത്തുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. ഐയും ജെയുടെയും വാല്യൂ നമുക്ക് തന്നിരിക്കും. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? I നമ്പർ ഓഫ് സെൽസിനെ ഡയഗണലി കവർ ചെയ്യുക, J നമ്പർ ഓഫ് സെൽസിനെ ഒരു 60 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തതിന് ശേഷം പോവുക. അപ്പോൾ നമുക്ക് ക്ലസ്റ്റർ സൈസിൻ്റെ ഫോർമുല കിട്ടും. ഇതിനകത്ത് ക്ലസ്റ്റർ സൈസിൻ്റെ ഫോർമുല വിൽ ബി ഈക്വൽ ടു N=I² + IJ + J² എന്ന് നമുക്ക് കിട്ടും. + IJ + J² = N, അതായിരിക്കും എൻ്റെ ക്ലസ്റ്റർ സൈസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റീയൂസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ടോട്ടൽ ഓഫ് 33 MHz ഓഫ് ബാൻഡ്വിഡ്ത്ത് ഈസ് അലോക്കേറ്റഡ് ടു എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സ് സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റം which uses two 25 kHz simplex channels to provide full duplex voice and control channels. Compute the number of channels available per cell if a system uses 4 cell reuses, 7 cell reuses, 12 cell reuses. If 1 MHz of the allocated spectrum is dedicated to control channels, determine an equitable distribution of control channels and voice channels in each cell for each of the 3 system. അപ്പം ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി റീയൂസ് കോൺസെപ്റ്റായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തന്നിരിക്കുന്നത് 33 MHz
നമുക്കപ്പം ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. സ്പെക്ട്രം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 33 MHz ആണ്. പിന്നെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ബാൻഡ് വിഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചാനൽ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ അവർ യൂസ് ചെയ്യുന്നത് 25 kHz 2 ചാനൽസാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ടോട്ടൽ 50 kHz ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കുള്ള ടോട്ടൽ അവൈലബിൾ ചാനൽസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അവൈലബിൾ ചാനൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് മൊത്തം തന്നിരിക്കുന്നത് 33 MHz ആണ്. അതിനകത്ത് ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 50 kHz ആണ്. അപ്പോൾ ഈ 33 MHz എത്ര 50 kHz ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 33,000 ഡിവൈഡഡ് ബൈ 50 എനിക്ക് എന്താ കിട്ടും? 660 ചാനൽസ് ഉണ്ടെന്ന് കിട്ടും. ഇനി ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്നത് കമ്പ്യൂട്ട് ദി നമ്പർ ഓഫ് ചാനൽസ് അവൈലബിൾ പെർ സെൽ ഇഫ് എ സിസ്റ്റം യൂസസ് 4 സെൽ റീയൂസസ്. അപ്പോൾ തന്നിരിക്കുന്നത് n ആണ് തന്നിരിക്കുന്നത് ആദ്യത്തെ കേസിൽ, n = 4. അതായത് എൻ്റെ ക്ലസ്റ്റർ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ 4 സെല്ലായിരിക്കും എൻ്റെ ഒരു ക്ലസ്റ്ററിൽ കാണുന്നത്. അതിനകത്ത് ഓരോ സെല്ലിലും എത്ര ചാനലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ അവൈലബിൾ ചാനൽസ് എത്രയാണ്? 660. അപ്പോൾ അതിനകത്ത് എത്ര കാണും? 660 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 165 ചാനൽസ് പെർ സെൽ എന്ന് കിട്ടും. അതായത് എൻ്റെ കയ്യിൽ ഇങ്ങനെ 1 2 3 4 4ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനകത്തും എനിക്ക് എന്ത് കിട്ടും? 165 ചാനൽസ് വെച്ച് കാണും. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതുപോലത്തെ കുറേ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും എൻ്റെ സെല്ലിനകത്ത് കാണുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തതെന്ന് പറയുന്നത് n = 7. n = 7 കണ്ടുപിടിക്കുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്? 660 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 95 എന്ന് കിട്ടും. അടുത്ത n = 12. n = 12 ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും 660 ഡിവൈഡഡ് ബൈ 12 വെക്കുക. അപ്പം നിങ്ങൾക്ക് 50 കിട്ടും. അപ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് കണ്ടുപിടിക്കുക. ഇനി ഫ്രീക്വൻസി ക്ലസ്റ്ററിൻ്റെ സൈസ് n = 4 എന്ന് തന്നിട്ടുണ്ട്, 7 എന്ന് തന്നിട്ടുണ്ട്, 12 എന്ന് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എത്ര ചാനൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞേക്കുന്നത് ഇഫ് 1 MHz ഓഫ് ദ അലോക്കേറ്റഡ് സ്പെക്ട്രം ഈസ് ഡെഡിക്കേറ്റഡ് ടു കൺട്രോൾ ചാനൽസ്. 1 MHz ഓഫ് ദ അലോക്കേറ്റഡ് സ്പെക്ട്രം ഈസ് ഡെഡിക്കേറ്റഡ് ടു കൺട്രോൾ ചാനൽസ് ഡിറ്റർമിനൻ ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺട്രോൾ ചാനൽസ് ആൻഡ് വോയിസ് ചാനൽസ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഓരോ കേസിൽ. അതായത് 1 MHz കൺട്രോൾ ചാനലിന് കൊടുക്കുകയാണ്. 1 MHz കൺട്രോൾ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലും എത്ര കൺട്രോൾ ചാനൽ കാണും എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പം ടോട്ടൽ എത്ര കൺട്രോൾ ചാനൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ഓരോ ചാനലിൻ്റെയും സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 kHz ഉണ്ട്. മൊത്തം 1 MHz ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 MHz ബൈ 50 kHz വരുമ്പോഴത്തേക്ക് എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് കൺട്രോൾ ചാനൽസ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര എന്ന് വരുന്നത് പറഞ്ഞാൽ 1 MHz ബൈ 50 kHz ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണ്ട് 20 എന്നൊരു ആൻസർ കിട്ടും. അപ്പോൾ 20 ചാനൽസാണ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇനി ചാനൽ അസൈൻ കൺട്രോൾ ചാനൽ അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെല്ലിനും ഒരു കൺട്രോൾ ചാനൽ എന്നുള്ള രീതിയിലാണ് അസൈൻ ചെയ്യുന്നത്. ഓരോ സെല്ലിനും ഒരു കൺട്രോൾ ചാനലാണ് അസൈൻ ചെയ്യുന്നത്. പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ സെല്ലിനും ഒരു ചാനൽ അസൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് 660 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 20 എന്ന് പറയുന്നത് കൺട്രോൾ ചാനൽസ് ആണെന്ന് പറഞ്ഞു. അപ്പം 640 ചാനൽസ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ വോയിസ് സിഗ്നൽസിനും 20 ചാനൽസ് എന്ന് പറയുന്നത് കൺട്രോളിനുമായിട്ട് മാറി. അപ്പം ഇനി എങ്ങനെയാണ് ഓരോന്നിനും ഡിവൈഡ് ചെയ്തതെന്ന് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 4 സെല്ലായിരുന്നു. അപ്പം നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറയുന്നത് 640 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 640 ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 ആയിരിക്കും എൻ്റെ വോയിസ് ചാനൽ, ബാക്കി 5 എന്ന് പറയുന്നത് എൻ്റെ കൺട്രോൾ ചാനൽസ് ആയിരിക്കും. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ.
ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് എനിക്ക് 660 ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ 20 എന്ന് പറയുന്നത് കൺട്രോളിന് വേണ്ടി കൊടുത്തു, ബാക്കി 640 ഉള്ള എൻ്റെ വോയിസിന് വേണ്ടിയിട്ട്. അപ്പം 4 സെല്ലാണ് കേസ് എന്നുണ്ടെങ്കിൽ 640/4 ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 160 വോയിസ് ചാനലും കിട്ടും. റിമൈനിങ് എൻ്റെ കൺട്രോൾ ചാനൽസും ആയിരിക്കും. സെക്കൻഡ് പാർട്ടും കൂടെ നോക്കാം. ഇപ്പോൾ n=7 വരുമ്പോഴത്തേക്കും വീണ്ടും ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് 660 ആയിരുന്നു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തത് 640യും 20 ആയിട്ടാണ്. അപ്പം 640/7 വോയിസ് ചാനൽസും കാണും. റിമൈനിങ് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോൾ ചാനൽസും ആയിരിക്കും. ഓക്കെ, 640/7 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി n=12ഉം സെയിം പ്രൊസീജിയർ തന്നെയാണ്. അങ്ങനെ 640/12ഉം ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോൾ ചാനൽസും ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി റീയൂസ് എന്താണെന്നൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള എനിക്ക് അലോട്ട് ചെയ്തേക്കുന്ന ടോട്ടൽ ബാൻഡ് വിഡ്ത്തിനെ, ഈ പ്രോബ്ലം വെച്ചിട്ടല്ല, സമ്മറൈസ് ആയിട്ട് നമുക്ക് എൻ്റെ കയ്യിലുള്ള ടോട്ടൽ ബാൻഡ് വിഡ്ത്തിനെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ക്ലസ്റ്റർ സൈസ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യും. 4 ആണെന്നുണ്ടെങ്കിൽ 4 അനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ സെല്ലിനും ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എൻ്റെ ചാനൽസിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സർട്ടൻ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസിനെ തന്നെ എനിക്ക് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അടുത്തടുത്ത് വരുന്ന സെല്ലിന് ഒരിക്കലും സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് അലോട്ട് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാകും. നമുക്ക് മര്യാദയ്ക്ക് നമ്മളുടെ കോൾ മേക്ക് ചെയ്യാനായിട്ട്